ദേവരഥ സംഗമ ഭൂമിയായി കൽപ്പാത്തി. ദേവീദേവന്മാരുടെ തേരുകൾ കൽപ്പാത്തിയെ വലയം വെച്ച് സംഗമസ്ഥലത്തേക്ക് എത്തുകയാണ്. ഭക്തി നിർഭരമായി നിൽക്കുകയാണ് അഗ്രഹാര വീഥികളെല്ലാം. രഥോത്സവത്തിന്റെ അതിമനോഹരമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തേരിലേറിയ ദേവന്മാർ പരസ്പരം സംഗമിക്കുകയാണ്. 4 ക്ഷേത്രങ്ങളിലെയും തേരുകൾ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. 1 വർഷം നീണ്ട കാത്തിരിപ്പിന്റെ ദൃശ്യവിസ്മയ കാഴ്ചകളാണ് ഇതാ നമ്മൾ ഈ കാണുന്നത്. സ്നേഹമോൾ നൈനാനും കൽപ്പാത്തിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗൂഗിൾ അഗ്രഹാരങ്ങളെയും ഭക്തരെയും സാക്ഷി നിർത്തി ഇനി ദേവരഥ സംഗമം, അതിനുള്ള കാത്തിരിപ്പാണ്. അതെ, ഇപ്പോൾ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ കൃഷ്ണന്റെ തേരാണ് വരുന്നത്. സംഗമ ഭൂമിയിലേക്ക് ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉത്സവ പ്രതീതി, വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കൽപ്പാത്തി കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞാൽ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് തിരികെ മന്തക്കര ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോകും. അതിനുശേഷം ഈ കൃഷ്ണന്റെ തേര് കൂടുതൽ ഈ സംഗമ ഭൂമിയോടടുക്കും. അപ്പോഴാണ് ദേവരഥ സംഗമം എന്ന് പറയുന്ന നമ്മളൊക്കെ കാണാൻ കാത്തിരുന്ന ആ കാഴ്ചയുള്ളത്. ഇനി എത്ര സമയം എടുക്കും ഈ ദേവരഥ സംഗമത്തിന്? ഇത് കൽപ്പാത്തി മന്തക്കര മഹാഗണപതിയും ലക്ഷ്മീനാരായണ പെരുമാളും തമ്മിലുള്ള സംഗമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തേക്കാണ് പോകുന്നത്. ഈ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ തന്നെയാണ് ഈ തേര് തിരിച്ചു പോകുന്നത്. അതിനുശേഷം ചാത്തപുരം മഹാഗണപതിയുടെ തേര് ഇങ്ങോട്ടേക്ക് വരും. നമുക്ക് ഈ സംഗമം നടക്കുന്ന അപ്പോഴാണ്. അതായത് ഈ ചാത്തപുരം മഹാഗണപതിയുടെ തേര് കൂടി സംഗമ ഭൂമിയിലേക്ക് ഇതിന് പിന്നാലെ എത്തും. അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ദേവരഥ സംഗമം. നമുക്ക് കൽപ്പാത്തിയിൽ മനോഹരമായ കാഴ്ച, എവിടെ നോക്കിയാലും തേരുകൾ, മനോഹരമായ തേരുകൾ എന്നുള്ളത് കാണാം. ഇപ്പോൾ പലരും ഭക്തിയോടെയും അതോടൊപ്പം തന്നെ ഈ കാഴ്ചകൾ കാണാനൊക്കെ എത്തുന്നവരുണ്ട്, അല്ലേ സ്നേഹ? തീർച്ചയായും ഇത് ഇപ്പോൾ ഉള്ള ഈ കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ്, അല്ലെ? മഹാഗണപതിയുടെ തേരും അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ തേരും, ഈ 2 തേരും കൂടി മുഖാമുഖം നിൽക്കുന്ന ആ ഒരു കാഴ്ച വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ്. അത് ഇവിടെ വരുന്നവർ പറയുമ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളത് ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം കൂടെ ഉണ്ട്. എന്താണ് നമ്മുടെ ഈ തേരൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കും, ഞാൻ ആരാണ് ഏട്ടാ? ഒരുപാട് ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇതേപോലെ ഒരു ജനനായകൻ ജനക്കൂട്ടത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണേ. അതായത് നമ്മുടെ ജനുവരി 9-ന് കഴിഞ്ഞ 3 ദിവസം ഞാൻ വന്നിട്ടുണ്ട്. രാവിലെ തൊട്ട് ഇവിടെ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്. എല്ലാത്തിനും ഇപ്പോ എല്ലാവരും ഒപ്പം നിൽക്കും. മന്തക്കര മഹാഗണപതി ഇനി അവിടെ ആ ക്ഷേത്രത്തിൽ തിരിച്ചു മടങ്ങണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന 2 തേരുകൾ, ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 2 തേരുകൾ, ഒന്ന് മന്തപ്പുര മഹാഗണപതിയുടെ തേരും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണന്റെ തേരുമാണ്. ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ തേരും. സ്നേഹ, നമുക്കൊരു കാഴ്ച, ഈ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രധാനമായിട്ട് തേരുകളുടെ ഒരു വിസ്മയം, അതോടൊപ്പം തന്നെ ഇവിടെ ആളുകളുടെ സ്നേഹം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ നാട്ടിലെ ഓരോരുത്തരുടെ ഒരു റീയൂണിയൻ, അല്ലേ? തീർച്ചയായും ഇവിടെ ഓരോ ആളുകളും പ്രതികരിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓണം, ക്രിസ്മസ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ പോലെ തന്നെയാണ് ഈ കൽപ്പാത്തിക്കാർക്ക് ഈ രഥോത്സവം എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു റീയൂണിയനാണ് അവർ, അതായത് പുറത്ത് അവരുടെ കുടുംബത്തിൽ നിന്നും പഠിക്കാൻ പോയ, ജോലി ആവശ്യത്തിന് പോയ ആളുകൾ, ബന്ധുക്കൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ആ ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഭക്തിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ റീയൂണിയൻ അതുപോലെ തന്നെ ഈ ഒത്തൊരുമയും സന്തോഷവും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന് അത്രമേൽ ഭംഗിയേറുന്നത്. ഇപ്പോൾ ഈ മഹാദേവരഥ സംഗമത്തിന് അല്പനേരം കൂടിയുള്ളൂ. രഥങ്ങൾ ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്തക്കര മഹാഗണപതിയുടെ രഥവും അതോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ രഥവും തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുഭൂതി നൽകുന്ന ഒരു നിമിഷം കൂടിയാണ്. വളരെ ആവേശത്തോടു കൂടിയാണല്ലേ അവർ ഇത്തരത്തിലുള്ള ഈ മന്ത്രോച്ചാരണങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച. അത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയാണ്, പ്രത്യേകിച്ച് ഈ ലൈറ്റും, അല്ലെ? ഈ ഒരു ഇവര് ദൈവത്തെ സ്തുതിക്കുന്നതും വിളിക്കുന്നതൊക്കെ വളരെ ആവേശത്തിലാണ്. നമുക്ക് ഇവിടെ നമ്മൾ കുറച്ചു നേരം മുമ്പ് കണ്ടു മന്തക്കര ഗണേശ എന്നൊക്കെ വളരെ ഉച്ചത്തിൽ വിളിക്കുന്ന ആളുകളെ കണ്ടു. അപ്പുറത്ത് ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരവരുടെ നാടിന്റെ, ഗ്രാമത്തിന്റെ ഒക്കെ ദൈവങ്ങളെ ഇത്ര
ആവേശത്തോടുകൂടി ഈ വിളിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് വളരെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അത്രമാത്രം ഈ ഗ്രാമങ്ങൾ ഇവിടുത്തെ ദൈവങ്ങളൊക്കെ തന്നെ ഇഴചേർന്ന് കിടക്കുന്നു എന്നുള്ളതാണ്. അവർ അത്രമാത്രം കണ്ടോ, നമുക്കിതിവിടെ കേൾക്കാം. ഒരു മണൽത്തരി താഴെ വീണാൽ പോലും കാണാത്ത കേൾക്കാൻ കഴിയാത്തത്ര തിരക്കാണ് കൽപ്പാത്തിയിൽ ഇപ്പോൾ ഉള്ളത്. ദേവരഥ സംഗമം അതിനുള്ള കാത്തിരിപ്പിലാണ്. ഒരു വർഷം, നേരത്തെ സ്നേഹ പറഞ്ഞതുപോലെ ഒരു കാത്തിരിപ്പാണ്, ഒരു വർഷം നീണ്ട അഗ്രഹാര വീഥികളുടെ ആ ഒരു കാത്തിരിപ്പാണ്. അതാണ് ഇവിടെ പൂർത്തിയാകാൻ പോകുന്നത്. പുണ്യ ആ സമാഗമത്തിന് കാത്തിരിക്കുകയാണ് ഭക്തരും വിശ്വാസികളും.